ഹായ്, ഞാൻ പണ്ട് തിരുവനന്തപുരം ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സാറ് പറഞ്ഞ് പണ്ട് സുനാമി വരുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ മാവൂർ റോഡ് നിന്ന് ഓട്ടോറിക്ഷ എടുത്ത് ബീച്ചിൽ പോയ ആൾക്കാർ ഞങ്ങൾ കോഴിക്കോട്ടുകാരെന്ന്. എന്തിനാ? സുനാമി കാണാൻ. അങ്ങനെ ശരിക്കും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മളങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പോയി നോക്കും. 2 ദിവസം മുന്നേ എന്നോടൊരാൾ പറഞ്ഞു ഗുജറാത്തിൽ ഇപ്പോഴും ചായ കൊടുക്കുന്നത് ഇലേൻ്റെ ഗ്ലാസ്സിലാണെന്ന്. പണ്ട് നമ്മൾ കഞ്ഞിയൊക്കെ ഈ അപ്പൻ്റെ ഇല കുമ്പിളൂത്തിയിട്ട് അതിൽ പ്ലാവിൻ്റെ ഇല കൊണ്ട് സ്പൂൺ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കല്ലേ, അതുപോലെ ഇലേൻ്റെ ഒരു ടൈപ്പ് ഗ്ലാസ്സിലാണ് ഗുജറാത്തിൽ ഇപ്പോഴും ചായ കൊടുക്കണമെന്ന്. സംഭവം നല്ല ചൂടുള്ള ചായ ഈ ഇലേൻ്റെ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പം അതിന്ന് ഒരു ഇലേൻ്റെ ഒരു ടേസ്റ്റൊക്കെ എന്തെങ്കിലും വന്നിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകാൻ മതി. പക്ഷെ എന്നാൽ എനിക്ക് അത്ര ഒരു വിശ്വാസമില്ല. ഈ 2024 ഇലേൻ്റെ ഗ്ലാസ്സിൽ ചായ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണോ നമ്മൾ? ഇല്ലല്ലോ. നമ്മൾ പോയി നോക്കൂലേ? അപ്പം എങ്ങനെ ഇതും പോയി നോക്കിയല്ലേ ഗുജറാത്തിൽ? പോയി നോക്കുക. നമ്മൾ ഗുജറാത്ത് പോവാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഗുജറാത്തിലേക്ക് ഇവിടുന്ന് പല രീതിയിൽ പോവാം. നമുക്ക് ട്രെയിനിന് പോവാം, ബസ്സിന് പോവാം, കാർ എടുത്ത് പോവാം, എങ്ങനെയും പോവാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകാൻ പറ്റിയൊരു മാർഗം. അഹമ്മദാബാദ് തന്നെ പിടിക്കാം. ഓക്കെ. ഓ ഗൈസ്, അഹമ്മദാബാദിലേക്ക് 33 മണിക്കൂർ ഡ്രൈവ്, 1830 കിലോമീറ്റർ ഉണ്ട്. കോഴിക്കോട് നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ഫ്ലൈറ്റ് നോക്കാം, അതാണ് ഏറ്റവും നല്ലത്. മറ്റേത് കാറിലൊക്കെ ഓടിച്ചു പോയാൽ വിവരം അറിയും. ഞാൻ പിന്നെ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. ട്രെയിൻ ഉണ്ടാവും, ബട്ട് ട്രെയിന് സീറ്റ് കിട്ടാൻ പണിയാണ്. ട്രെയിന് നമ്മൾ പെട്ടെന്ന് നിന്ന് നാളത്തേക്കൊന്നും നോക്കിയാൽ സീറ്റ് കിട്ടില്ല. നമുക്ക് ഏറ്റവും നല്ലത് കോഴിക്കോട് CCJ ടു അഹമ്മദാബാദ്. നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൈസസ്. അപ്പോൾ നമുക്ക് അഹമ്മദാബാദിലേക്ക് പോവാം. ഇൻഡിഗോ എടുക്കാം. ഇൻഡിഗോ എടുത്തിട്ട് ഇൻഡിഗോ ആക്കി പോവാം. ഓക്കെ, പാക്ക് ചെയ്യല്ലേ? എല്ലാവരും എടുത്തോ, സാധനമൊക്കെ എടുത്തോ. ഒരു 2 ദിവസത്തിനുള്ള ഡ്രസ്സ് എന്തായാലും എടുത്തോ. ചായ മാത്രം ആക്കണ്ട. അഥവാ ബിരിയാണി കൊടുത്താലോ, ഇലയിൽ വേറെന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലോ. പിന്നെ എനിക്ക് വേറൊരു ഒസ്വാസുണ്ട്. ബാത്ത് ടവലും ബെഡ്ഷീറ്റും ഞാൻ ഉപയോഗിക്കണമെന്ന് എനിക്ക് വേണം. ഇങ്ങനത്തെ ഒസ്വാസൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കാണുന്നവർക്ക് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഒസ്വാസ്. അതുകൊണ്ട് ബെഡ്ഷീറ്റും എൻ്റെ ടവലും ഞാൻ കഴിയുന്നിടത്തോളം യാത്രയിൽ കൂടെ കൊണ്ടുപോകും. ഓക്കെ. പിന്നെ 90K കിഡ്സ് യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും കൈ കരുതേണ്ട കുറച്ച് സാധനങ്ങൾ. ഒന്ന്, വേദനക്കുള്ള ഐറ്റംസ്. മുട്ടുവേദന, ഊരവേദന, എല്ലാ സാധനവും, കഴുത്ത് വേദന, പെടലി വേദന എല്ലാത്തിനും പറ്റും. പിന്നെ ബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, വൈറ്റമിൻസ്, വയറിളക്കത്തിനുള്ളത്. പിന്നെ ഇതെല്ലാ വേദനക്കും ഉപയോഗിക്കുക. പല്ലുവേദന, തലവേദന, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇതെല്ലാ ഗേജുകാർക്കും കൊണ്ടുപോകാം. പക്ഷേ 90K 80K ടീംസിന് നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പോൾ 2 ദിവസത്തിനുള്ള ഡ്രസ്സ് നമ്മൾ റെഡി ആക്കിയിട്ട് ടിക്കറ്റ് നമ്മൾ എടുത്തു. റൂംസ് നമുക്ക് എടുക്കണം. അപ്പോൾ ഇനി നാളെ പോവാം. ഓക്കെ മമ്മേ, എന്നായിക്കോട്ടെ, ഞാൻ പോയി തരാം. ഓക്കെ. നമ്മൾ ചായ പിടിക്കാനാണ് പോണത് കേട്ടപ്പോൾ തന്നെ നമ്മളെ കൂടെ മിഥുനേട്ടനും കയറി പോരുന്നുണ്ട് ഗുജറാത്തിലേക്ക്, നമ്മളെ സ്ഥിരം ചായ പാർട്ട്ണർ. അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. മിഥുനേട്ടൻ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിനി ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട. എയർപോർട്ടിലെത്തിയാൽ മിഥുനേട്ടൻ തന്നെ നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും. ടിക്കറ്റ്, ഫ്ലൈറ്റിൻ്റെ ടൈം, കൊടുക്കേണ്ട പൈസ. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ മാത്രം എടുത്താൽ മതി, വേറൊന്നും നോക്കണ്ട. എയർപോർട്ടിൽ എന്താണെന്നറിയില്ല, പതിവില്ലാത്തൊരു ശാന്തത കാണുന്നുണ്ട്. എല്ലാവരും സമരത്തിലാണോ എന്നറിയില്ല. കുഴപ്പമില്ല, ആൾക്കാരൊക്കെ കയറ്റി വിടുന്നുണ്ട്. മിഥുനേട്ടൻ മുന്നിൽ തന്നെ ടിക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ ടിക്കറ്റ് ഓക്കെ ആയിരിക്കട്ടെ ഗൈസ്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടു. സാധാരണ ഞങ്ങളെ തിരിച്ചു വിടാറുള്ളതാണ്. ആരുമില്ല, കാലി. ഈ മെഷീൻ വന്നതിന് ശേഷം ലഗേജ് ഇല്ലാതെ യാത്രക്കൊന്നും പിന്നെ കൗണ്ടറിൽ പോയി നിൽക്കേണ്ട ആവശ്യം വന്നില്ല. ഇതാണെങ്കിൽ എത്രയോ ബോർഡിംഗ് പാസ് വരുന്നുണ്ടല്ലോ. സോറി, നമ്മളെ വിമാനം കണക്ഷനാണ്. ആദ്യം ബാംഗ്ലൂർ പോവും, ബാംഗ്ലൂർ നിന്ന് അഹമ്മദാബാദ്. അപ്പം 4 ബോർഡിംഗ് പാസും ഇവിടെ തന്നെ കിട്ടും. അപ്പം നമുക്ക് നമ്മളെ ബോർഡിംഗ് പാസ് കിട്ടീന്. കാലിക്കറ്റ് ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു അഹമ്മദാബാദ്. ഇന്നെന്താണെന്നറിയില്ല, എയർപോർട്ട് മൊത്തം കാലിയാണ്. പ്രത്യേകിച്ച് ട്രാവലേഴ്സൊക്കെ വളരെ കുറവാണ്. 2, 4, 6, 8, 10 ആൾക്കാരൊക്കെ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഇതിനായിട്ടും വെള്ളം എടുക്കാൻ പോയിന്, അതാ വരുന്നുണ്ട്. എന്തേ വെള്ളം കിട്ടില്ലേ? ഇതിനായിട്ടൊരു 90K ഇൻട്രോവേർട്ട് കിഡാണ്. അപ്പോൾ എന്നെ പോലെ ഒരാളെ കൂടെ ട്രാവൽ ചെയ്യണതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിനായിട്ട് ഇപ്പം തന്നെ ആലോചിക്കുകയാണ്. ഫ്ലൈറ്റ് ഓൺ ടൈമാണ്, പ്രശ്നമൊന്നുമില്ല. നേരത്തെ ഒരു 1/2 മണിക്കൂർ ഡിലേ ഉണ്ടാവുമെന്ന് പറഞ്ഞിന്, അപ്പോൾ കാണുന്നില്ല. തൊട്ടടുത്ത് 150 റുപ്യൻ്റെ പെപ്സി, പിന്നെ ഒരു 350 റുപ്യൻ്റെ ഉള്ളിൽ കട്ട്ലറ്റ് വെച്ച ബർഗറും കിട്ടും. ആവശ്യമുള്ളവർക്ക് വാങ്ങി കഴിക്കാം. ഇതിനായിട്ട് വാങ്ങണം എന്ന് പറഞ്ഞല്ലോ. അവിടെ ഞാൻ ചായ വാങ്ങണമെന്ന് ഞാൻ ആലോചിക്കുക. ചായക്ക് 150, ബർഗറിന് 350, 500 റുപ്യ. ഈ എല്ലാം നേരത്തെ വാങ്ങണം എന്ന് പറഞ്ഞ്
വേണ്ട, കുപ്പിവെള്ളത്തിനൊക്കെ ×3 50 150 രൂപ. എയർപോർട്ടിലെ സാധനങ്ങളുടെ അമിതമായ വില കാരണം മിഥുനേട്ടൻ മാമാക്കൻ്റെ വീടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് തിന്നാണ്. ഒരു ബിസ്ക്കറ്റ്. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് 1/2 മണിക്കൂർ ഡിലേ ആണ് കേട്ടോ. സാധനം കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നേ ഉള്ളൂ. 9 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് എത്തുമെന്നാണ് പറയുന്നത്. അതെത്തി അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ബാംഗ്ലൂർ പോകാൻ. മിഥുനേട്ടൻ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ കാര്യം ചോദിക്കാൻ പോയാണ്. കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സാവില്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ പോയതാണ്. ഇല്ല, മിസ്സാവില്ല, അതിന് വേണ്ടി സഹായം ചെയ്യുമെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അതാണ് ആ ചിരി. സമയം 3:15, 2:45 പോകേണ്ട ഫ്ലൈറ്റാണ്. ഏതായാലും സാധനം എത്തിയാണ്. പണ്ട് നമ്മളെ CID മൂസനെ സ്കോട്ട്ലാൻഡിലേക്ക് കയറ്റി വിട്ടമാതിരിയുള്ളൊരു വിമാനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് എയർപോർട്ട് അതോറിറ്റി എന്നൊക്കെ ഇതിന് മിക്കവാറും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്ന വിമാനമായിരിക്കും. ബോർഡിംഗ് പാസ് ഇൻഡിഗോ ചേച്ചിനെ കാണിച്ചാൽ ഇൻഡിഗോ ചേച്ചി നമുക്ക് ടിക്ക് ചെയ്ത് തരും. അങ്ങനെ ടിക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റുള്ളൂ. ഇൻഡിഗോ ചേച്ചി ടിക്ക് ചെയ്തു. ഇത് ആക്ച്വലി ഇൻഡിഗോൻ്റെ ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. ഇതിൽ രണ്ടും റോ ആയിട്ടാണ് സീറ്റ് ഉണ്ടാവുക. 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള ദൂരത്തിലേക്കൊക്കെ ഈ ATR ഫ്ലൈറ്റാണ് കേട്ടോ പറക്കുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് ബാംഗ്ലൂർ എത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ്സിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഇനി ഈ ബസ്സിൽ വേണം നമുക്ക് നേരെ ടെർമിനലിൽ പോയിട്ട് കണക്ഷൻ എടുക്കണം. നമ്മൾ വന്ന വിമാനം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വിമാനത്തിന് ഹെലികോപ്റ്ററിലുണ്ടായ കുട്ടീൻ്റെ മാതിരിയൊക്കെ തോന്നും. സംഭവം ഇതിലുള്ള ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെറിയ ടിക്കറ്റ് മതി. അതുകൊണ്ട് തന്നെ ചെറിയ വിമാനമാണ്. ഓക്കെ, കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒന്നും കൂടി സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്യണം. ജിലേബി കെട്ടി തൂക്കിയിട്ട മാതിരിയുള്ള 8 ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏത് അഹമ്മദാബാദ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ ഫ്ലൈറ്റ് നമ്പർ വെച്ച് നമ്മളെ ഗേറ്റ് 2 ആണെന്നുള്ളത് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തന്നെ നേരെ ഗേറ്റ് 2ലേക്ക് പോവുകയാണ്. നമുക്ക് അധികം സമയമല്ല, നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ നേരെ ഗേറ്റ് നമ്പർ 2 പോകാം. ഇവിടെ ഓൾറെഡി ചെക്കിനൊക്കെ തുടങ്ങി കഴിയാനായി. നമ്മൾ കുറച്ച് ആൾക്കാരും കൂടി എനിക്ക് കയറാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി വീഡിയോ എടുത്ത് നിന്ന വിമാനം പോവും, നേരെ പോയി ഫ്ലൈറ്റ് കയറാം. ഇതിങ്ങനെ കാണാനൊരു രസമാട്ടോ. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നിറങ്ങണേ, കയറിപ്പോണ്. ഇതാ ഫുഡ് ഗേറ്റ് ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിലേക്ക്. അത് കണ്ടുകൊണ്ട് നടക്കാൻ രസമാണ്. അപ്പോൾ ടച്ചോനെ ആരും കാണുന്നില്ലല്ലോ, എല്ലാവരും കയറിയും തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ച് ബാക്കിലായി പോയി. എൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ നോക്കിക്കും അടിയും വടിയും. കുഴപ്പമില്ല, സംഗതി ക്യൂ ആണ്. ബാംഗ്ലൂർ ടു അഹമ്മദാബാദ് വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. നമ്മളിതുവരെ വന്ന ATR ഫ്ലൈറ്റ് അല്ല. ഇത് A23 നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ 3:3 റേഷ്യോയിൽ സീറ്റുള്ള വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. അങ്ങനെ സമയം രാത്രി 8:30 മണിയായി. നമ്മൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഇതായിട്ട് നമ്മൾ വന്ന ഫ്ലൈറ്റ് ആൾക്കാരൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിതാ നേരെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർക്ക് പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അടിപൊളി സ്ഥലമാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഈ അടുത്താണ് ഡൊമസ്റ്റിക് അറൈവലിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അല്ലെങ്കിൽ അഹമ്മദാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന എയർപോർട്ട്. പുതിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു. നല്ല വൃത്തിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഡൊമസ്റ്റിക് അറൈവലൊക്കെയാണ്. നമുക്കിനി നേരെ പുറത്ത് കിടക്കണം. ഇത് ഇവിടെ പണിയൊക്കെ തീർന്ന് വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഷോപ്പുകളൊക്കെ ഏതാണ്ട് ആയി വരുന്നേ ഉള്ളൂ ഫുള്ളായിട്ട്. ഇവിടെ എഴുതി വെച്ച കണ്ടില്ലേ, അഹമ്മദാബാദ്. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങാൻ ഒരു യൂബർ വിളിക്കുക, ഹോട്ടലിൽ പോവാം. നമ്മൾ ഡൊമസ്റ്റിക് അറൈവലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ചയാണിത്. നല്ല രസമാക്കി വെച്ചേന് കേട്ടോ. അത്യാവശ്യം ഒരു ടൂറിസ്റ്റിനൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ കുറേ ആൾക്കാർ പേരുമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൽ നമ്മളെ പേരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതിയ പോലെ ഐ ലവ് അഹമ്മദാബാദ് എന്നോ അല്ലെങ്കിൽ ഐ ലവ് ഗുജറാത്ത് എന്നോ എന്തോന്ന് എഴുതി വെച്ചാണ്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ കൂളിംഗ് സംവിധാനം കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ട്. ഇതെന്തോ ഒരു മുൾച്ചെടിയില്ല, അതിൻ്റെ ഡിസൈനിലാണ് ഉണ്ടാക്കി വെച്ച്. ഏതായാലും നമുക്ക് നേരെ പുറത്തിറങ്ങിയിട്ട് ഒരു യൂബർ പിടിക്കണം. എൻ്റെ മക്കളെ ഈ റോഡൊന്ന് മുറിച്ചെടുക്കാൻ തന്നെ, സിറാത്ത് പാലം മുറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാട്ടോ. അവിടെ ഫുൾ ഓട്ടോറിക്ഷക്കാരായിരിക്കും, ടാക്സിൻ്റെ ആൾക്കാർ. നമ്മളെ മുറിച്ച് കിടക്കാൻ ഒരു സമ്മതിക്കില്ല. സെക്യൂരിറ്റി അടിച്ച് പായിക്കുക. ഓല് യൂബർ വിളിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങളെ കൂടെ വന്നാൽ മതി എന്നാണ് പറയണത്. നമ്മളെ വണ്ടി കിട്ടിയാണ്. ഏതായാലും ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു യൂബർ ചേട്ടനെ കിട്ടി. ബാക്കിയുള്ളവരൊന്നും പറയണത് നമുക്ക് മനസ്സിലാവില്ല. ഗുജറാത്തിയിലാണ് കുറേ പറയണത്. പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണ്. യൂബർ കിട്ടൂല ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നാലും നമുക്കൊരു യൂബർ ചേട്ടൻ നമ്മളത് എടുത്താണ്. നമ്മളെ സെല്ലുബായിൻ്റെ കയ്യിലുള്ള ടൈപ്പ് വണ്ടിയാട്ടോ ഇയാളത്. എയർപോർട്ടിൻ്റെ ഏരിയ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ റോഡൊക്കെ അടിപൊളിയാക്കി വെച്ചാണ്. നല്ലോണം എന്താ പറയുക, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് സൈഡിലൊക്കെ. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഗുജറാത്തിലല്ല ഞാൻ വന്നിറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടൽ. ജിഞ്ചർ ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ അണ്ടറിൽ വരുന്ന ഒരു ഹോട്ടലാണ്. ഇത് നമുക്ക് എല്ലാ സിറ്റീസിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം കിട്ടാൻ സൗകര്യമുള്ളൊരു ഹോട്ടലാണ്. എന്തായാലും നമുക്ക് ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്തിട്ട് നാളെ രാവിലെ എണീച്ച് ഇലയിൽ ചായ കിട്ടുന്ന ഹോട്ടൽ നോക്കി പോകണം. ഒരു ബഡ്ജറ്റ് ഹോട്ടലായതുകൊണ്ട് അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. വൃത്തിയുള്ളൊരു ലോബി ഉണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ 2 സ്മാർട്ടായിട്ടുള്ള സ്റ്റാഫുമാരുണ്ട്. അപ്പോൾ അവർ നമ്മളെ റൂം ശരിയാക്കി തരാണ്. നമ്മൾ മേക്ക് മൈ ട്രിപ്പിലാണ് റൂം എടുത്ത്, ഇവരെ വെബ്സൈറ്റിലല്ല. മേക്ക് മൈ ട്രിപ്പിൽ അതിന് നല്ല ഓഫർ ഉണ്ട്. അതിന്
14ാമത്തെ ഫ്ലോറിലാട്ടോ നമുക്ക് റൂം തന്ന്. പക്ഷേ ഈ 14 ഫ്ലോറും റൂമല്ല, 10 ഫ്ലോർ വേറെ എന്തൊക്കെയോ ബിസിനസ് സംവിധാനങ്ങളാണ് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഹോട്ടൽ. നല്ലൊരു അടിപൊളി റൂമാണ്, വലിയൊരു സമാധാനമായി. നല്ല നീറ്റാക്കിയിട്ട റൂമാണ്. നല്ല ചൂടുള്ള സമയം കേട്ടോ അഹമ്മദാബാദിലിപ്പം. അതുകൊണ്ട് തന്നെ ജാമ്പവാൻ്റെ കാലത്തുള്ള AC ആണ്. വർക്ക് ചെയ്ത ഭാഗ്യം. എന്താ ചാസ്വാലേ 1994, നമ്മളെ പ്രായമുണ്ട് കേട്ടോ സാധനത്തിന്. അപ്പോൾ നമ്മൾ അഹമ്മദാബാദിലെത്തി. ഇതൊരു ലസ്സിയാണ്. രാത്രി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അഹമ്മദാബാദ് വരെ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് അഹമ്മദാബാദ് കണക്ഷനായിരുന്നു ഫ്ലൈറ്റ്. ഒക്കെ കഴിഞ്ഞ് രാത്രി ഇവിടെ എത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലിതാ കുളിച്ച് ഫ്രഷായി കിടക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ച് വരുമ്പോൾ വാങ്ങിയൊരു ലസ്സിയാണ്. പക്ഷെ അടിപൊളി സാധനം, ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം. ഏതാ കമ്പനി എന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡാണെന്ന് തോന്നുന്നത്. ചസ്വാല പ്രോബയോട്ടിക് മാംഗോ ലസ്സി 1994 പക്ഷെ നമ്മൾ വന്നത് ഈ ലസ്സി കുടിക്കാനോ ഇതിൻ്റെ റിവ്യൂ പറയാനല്ല. നമ്മൾ വന്നത് ഇലേൻ്റെ കപ്പിൽ ചായ കൊടുക്കേണ്ടതെന്നുള്ളത് ഒരാൾ എന്നോട് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് നമുക്ക് നോക്കണം. അതാണ് നമ്മളെ പ്രൈം ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പം ഒരു 100-150 വർഷം പഴക്കമുള്ളൊരു ഇറാനി ഹോട്ടലുണ്ട്. അതാണ് ഓൾഡസ്റ്റ് ചായപ്പീടിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ഒരുപാട് എന്താ പറയുക, ഓക്സ്ഫോർഡ് ഡിക്ഷണറി നോക്കി വന്നൊന്നല്ല കേട്ടോ. നമ്മൾ വെറുതെ ആടുന്ന ഇവിടുന്ന് കാണലോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ ആദ്യത്തെ പ്ലാൻ ഇറാനി റെസ്റ്റോറൻറ്റിൽ പോവുക. അവിടെ ചായയും എന്തോ ക്രീം ബന്നൊക്കെയാണ് അവിടുത്തെ ഫേമസ് സാധനം. അവിടെ ചായ ഇലേൻ്റെ ഗ്ലാസ്സിലാണോ കൊടുക്കണമെന്ന് നോക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യാം. അപ്പോൾ ശരി, ഞാൻ തന്നെ രാവിലെ കാണാം. ഓക്കെ, ഞാനിതൊന്ന് കുടിച്ചിട്ട് കിടക്കട്ടെ, നല്ല ക്ഷീണം.